പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. നികുതി വരുമാനത്തിൽ വൻ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. വിൽപ്പന നികുതിയിൽ 9% ഇടിവും ബെവ്കോ വരുമാനത്തിൽ 27.3% ഇടിവും ലോട്ടറി വരുമാനത്തിൽ 5% ഇടിവാണുണ്ടായത്. രജിസ്ട്രേഷൻ ഇടപാടുകളും വൻ നഷ്ടം തന്നെ സംഭവിച്ചിരിക്കുന്നു. ഭൂമി രജിസ്ട്രേഷനിൽ മാത്രം 58 കോടിയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ വിശദമായ വിവരങ്ങളുമായി ഷീജ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഷീജ, ഒരുപക്ഷെ കഴിഞ്ഞ തവണ കറൻസി ക്ഷാമം മാത്രമായിരുന്നു, വരുമാനത്തിലെ പ്രശ്നമുണ്ടായിരുന്നില്ല. ഇത്തവണ ശമ്പളം ആകുമ്പോഴേക്കും വരുമാനത്തിലും കറൻസിയിലും ഒരുപോലെ പ്രതിസന്ധിയാകുന്നു. സംസ്ഥാനത്ത് കടുത്ത നിലയിൽ. തീർച്ചയായും അജിംഷാദ്, പ്രത്യേകിച്ചും നാളെ 50-ാം ദിവസമാണ് ഈ പ്രതിസന്ധി ആരംഭിച്ചിട്ട് 50-ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ് സംസ്ഥാനം ഉള്ളത്. പ്രത്യേകിച്ചും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ നികുതി വരുമാനത്തിൽ ഉൾപ്പെടെ ഇരട്ടിയിലധികം കോടിയുടെ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. നികുതി വരുമാനത്തിൽ ഗണ്യമായ കുറവ്, അതോടൊപ്പം തന്നെ വിൽപ്പന നികുതിയിൽ 9% കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ ബിവറേജസ് കോർപ്പറേഷന്റെ വരുമാനത്തിൽ 27.3% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. രജിസ്ട്രേഷൻ ഇടപാടുകളിലും വലിയ തോതിൽ തന്നെ ഇടിവ് സംഭവിച്ചിരിക്കുന്നു. ഇതിൽ രജിസ്ട്രേഷൻ ഇടപാടുകളുടെ കാര്യത്തിൽ ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് 58 കോടി രൂപയുടെ നഷ്ടമാണ് കഴിഞ്ഞ 2 മാസമായി ഉണ്ടായിട്ടുള്ളത് കണക്കുകൾ പ്രകാരം. അതോടൊപ്പം തന്നെ ബാങ്കിംഗ് മേഖലയിലും വലിയ പ്രതിസന്ധി തന്നെയാണ്. പ്രത്യേകിച്ചും ഈ രീതിയിൽ നോട്ട് പ്രതിസന്ധി മൂലം 1 ലക്ഷം കോടി രൂപയുടെ ഒരു നഷ്ടമാണ് ബാങ്കിംഗ് മേഖലയിൽ മാത്രമായി ഉണ്ടായിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ച് ഈ കഴിഞ്ഞ മാസം തന്നെ നമുക്കറിയാം, ശമ്പളം നൽകുന്നതിൽ കറൻസിയുടെ ദൗർലഭ്യം വളരെയധികം രൂക്ഷമായിരുന്നു. ഇത് വലിയ തോതിലാണ് പെൻഷൻകാർക്കും ശമ്പളക്കാർക്കും വലിയ തോതിൽ തന്നെയായിരുന്നു ആദ്യത്തെ ഒരു 2 ആഴ്ച പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇനി സംസ്ഥാനം നേരിടാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് കറൻസി ദൗർലഭ്യത്തിനൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തിലും ഗണ്യമായ കുറവുണ്ടായ പശ്ചാത്തലത്തിൽ ശമ്പളം തന്നെ നൽകാനില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ്. ഇപ്പോൾ ധനമന്ത്രി തോമസ് ഐസക് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ തോമസ് ഐസക്, വലിയ പ്രതിസന്ധിയാണ്. കഴിഞ്ഞ തവണ കറൻസിയുടെ ക്ഷാമമായിരുന്നു സംസ്ഥാനം നേരിട്ടിരുന്നത്. ഇത്തവണ വരുമാനത്തിന്റെയും കറൻസിയുടെയും ക്ഷാമം ഒരുപോലെ ഉണ്ടാകുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതെ അതെ, കഴിഞ്ഞ ദിവസം മുൻ ഡിസംബർ മാസത്തെന്ന പോലെ RBIയുടെയും മറ്റ് ബാങ്കുകളുടെയൊക്കെ യോഗം വിളിച്ചിരുന്നു. നമ്മുടെ ഏജൻസി ബാങ്കുകൾ അവരിന്ന് വേണമല്ലോ കറൻസി ട്രഷറി വരാനായിട്ട്. അപ്പോ അവർക്ക് കഴിഞ്ഞ ഡിസംബർ മാസത്തിലെ ആത്മവിശ്വാസം പോലും ഇപ്പോഴില്ല. കഴിഞ്ഞ തവണ 24,000 രൂപ വെച്ച് കൃത്യമായിട്ട് തരാമെന്ന് എല്ലാവരും വ്യക്തി അത് ഏതാണ്ടൊക്കെ പാലിച്ചു പോവുകയും ചെയ്തു. ആവശ്യത്തിന് തികഞ്ഞില്ലെങ്കിലും അത്യാവശ്യത്തിന് തികഞ്ഞു. എന്നാൽ ഇത്തവണ അങ്ങനെ ഒരു ഉറപ്പ് നൽകാനൊരു തയ്യാറല്ല. അതിനെ തുടർന്ന് അത് മിനിറ്റ് തന്നെ ചെയ്ത് ഇവരുടെ നിലപാട് ഇതാണ് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കറൻസി അവരുടെ പക്കലില്ല. അച്ചടി വളരെ പതുക്കെയാണ്. പരമാവധി അടിച്ചാൽ പോലും ഇത്രേ പറ്റത്തുള്ളൂ. പക്ഷെ വേറൊരു പുതിയ സംഭവവികാസം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ബാങ്കിൽ നിന്ന് പുതിയ നോട്ട് കിട്ടുന്നവരൊക്കെ ഈ പുതിയ നോട്ട് ഒരിക്കലും തിരിച്ച് ബാങ്കിൽ കൊടുക്കില്ല. കൊടുത്തത് കിട്ടില്ല എന്നുള്ളൊരു പേടി പോലും. അതുകൊണ്ട് അവര് കൈ സൂക്ഷിക്കുക പല വിധത്തിൽ. ഒന്ന് ചെലവാക്കണില്ല, കെട്ടിന് നോട്ട് കൈ വെച്ചുകൊണ്ടിരിക്കും, ചെലവാക്കത്തില്ല. ചെലവാക്കിയ തന്നെ ബാങ്കിലേക്ക് തിരിച്ചു പോകും. അതുകൊണ്ട് ബാങ്കുകൾക്ക് പുതുതായിട്ട് അച്ചടിക്കുന്നത് നോട്ടല്ലാതെ വേറെ നോട്ടൊന്നും വരുന്നില്ല. അപ്പൊ ഡിസംബർ മാസത്തേക്കാൾ ഗുരുതരമായിരിക്കും ഇപ്പോൾ ഈ മാസം ഉണ്ടാവാൻ പോകുന്ന ശമ്പള വിതരണത്തിന്റെ സമയത്തുണ്ടാവുന്ന കറൻസി ക്ഷാമം എന്നാണ് സൂചനകൾ. അതുതന്നെയാണ്. അതായത് ഇതിന്റെ തുടക്ക സമയത്ത് പോലും താങ്കൾ വളരെ ശക്തമായി പറഞ്ഞിരുന്ന കാര്യം, ഒരുപക്ഷെ പല കോണുകളും ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു തുടങ്ങുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന ഒരു തരംഗം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലൊക്കെയും താങ്കൾ പറഞ്ഞിരുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷെ അതൊക്കെ ശരിയായി വർത്തിച്ചിരിക്കുന്നു ഇപ്പോൾ എന്നുള്ളത് മനസ്സിലാക്കാം. സോഷ്യൽ മീഡിയയിൽ അടക്കം നാം അത് കാണുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ശ്രീ തോമസ് ഐസക്, ഈ പ്രതിസന്ധിയെ മറികടക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് സംസ്ഥാനത്തിന്റെ? സാധ്യമായ മാർഗങ്ങൾ അടച്ചു കഴിഞ്ഞു. ഒരു മാർഗം നോട്ട് അച്ചടിച്ചിരുന്നവരെ പഴയ നോട്ട് ഉപയോഗിക്കാൻ അവകാശം കൊടുക്കില്ല. ആ കൊടുത്തുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. ഇപ്പൊ സംഭവിച്ചാൽ അപ്പുറമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷെ
അതേതാനോ ആ വാതില് ആ സാധ്യത പൂർണ്ണമായിട്ടും അടച്ചു തീർത്ത് അടിച്ച് ക്രിമിനൽ കുറ്റമാണ്. ആ പിന്നെ കൈ വെച്ചുകൊണ്ടിരുന്ന തന്നെ ക്രിമിനൽ കുറ്റമാണെന്നാ പ്രഖ്യാപിച്ചു. അത് തന്നെ ഒരു തമാശയാ. ഇത് നിയമവിരുദ്ധമാണ് ചെയ്തിട്ടുള്ളത്. റിസർവ് ബാങ്കിന്റെ നിയമത്തില് നോട്ടുകൾ മുഴുവൻ റദ്ദാക്കാനുള്ള അവകാശം ഇല്ല റിസർവ് ബാങ്കിന്. ചില സീരീസ് റദ്ദാക്കാന്ന് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് ഈ പണി ചെയ്തിട്ടുള്ളത്. 1978 പോലും നിയമനിർമ്മാണം നടത്തിയിട്ടാണ് നോട്ട് വിളിച്ചത്. ഇപ്പോ അങ്ങനെയല്ല. ഇപ്പൊ അത് സുപ്രീം കോടതി നിലപാടൊന്നും എടുത്തില്ലെങ്കിലും ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുക. ഒരു വീണ്ടും വിചാരം ഉണ്ടായിട്ട് ആ നിയമനിർമ്മാണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല റിസർവ് ബാങ്ക് ഒരു പൊസിഷൻ എടുത്തു. അവരുടെ ലയബിലിറ്റി സൈഡിൽ നിന്ന് മാറൂല. ഇത് ലീഗൽ ടെൻഡർ അല്ല എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചാലും അത് ഇവരുടെ ബാധ്യതയിൽ നിന്നും മാറില്ല. ബാധ്യത മാറണമെങ്കിൽ നിയമം ഉണ്ടാക്കി റദ്ദാക്കണം എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ന് പുതിയ നിയമം ഉണ്ടാക്കാൻ പോയിരുന്നു. പക്ഷെ ഒരു ചമ്മല പറയാനായിട്ട് ഞങ്ങൾക്ക് തെറ്റിപ്പോയത്. അതുകൊണ്ടെന്താ അപ്പൊ അതിന് കാരണം കണ്ടുപിടിച്ചതാ ഈ റദ്ദാക്കിയ നോട്ടുകൾ കൈവച്ചു കഴിഞ്ഞാൽ ശിക്ഷ. അതുകൊണ്ടൊരു കാര്യമില്ല. എന്ത് ആരെ ശിക്ഷിക്കും? ആക്ച്വലി ശ്രീ തോമസ് ഐസക്, അത് യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ ഭരണഘടനാ ബെഞ്ചിന്റെ പോലും പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമാകുമ്പോൾ അത് നിയമനിർമ്മാണ സഭയിൽ കൊണ്ടുവരാതെ ഓർഡിനൻസിലൂടെ നിരോധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതും കുറ്റമല്ലേ? അതൊക്കെ ഔചിത്യത്തിന്റെ പ്രശ്നമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി ഒന്ന് തിരുത്താൻ സന്ദർഭം കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നേ. സുപ്രീം കോടതി ഇടപെട്ടിട്ടില്ല, ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഭരണഘടനാ ബെഞ്ചിന് വിറ്റപ്പോ കാര്യങ്ങളുടെ കാറ്റ് എവിടെയാണെന്ന് കേന്ദ്ര സർക്കാരിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരിപ്പോ ഈ നിയമനിർമ്മാണം കൊണ്ടുവന്നത്. പേര് പറയുന്നത് പഴയ നോട്ട് വെച്ച ശിക്ഷിക്കാനാണെന്നാണ്. യഥാർത്ഥത്തിൽ ലക്ഷ്യം അതല്ല. അപ്പൊ ആ പോംവഴി തീർന്നു കഴിഞ്ഞു. പിന്നെ അതില്ല. പിന്നെ എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റുക? ഒന്ന് കേന്ദ്ര സർക്കാർ ഈ 2008 മാന്യം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു മാന്യമാണ് രാജ്യത്തെ തുറച്ചു നോക്കുന്നതെന്ന് പരസ്യമായി സമ്മതിച്ച് അന്ന് എടുത്തതുപോലെ സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കാനായിട്ട് വായ്പ ഉദാരമാക്കുന്നതിന് വേണ്ടി കട ആശ്വാസം നൽകുന്നതിന് വേണ്ടി വലിയൊരു പദ്ധതി തയ്യാറാക്കണം. കൃഷിക്കാരുടെ കടം എഴുതി തള്ളാൻ തയ്യാറാവണം. ആ കൃഷിക്കാർക്ക് കടാശ്വാസം നൽകിക്കൊണ്ടല്ലാതെ ഈ വിലയിടിഞ്ഞ് ധാന്യം വിറ്റ് നഷ്ടം വന്ന് ഇപ്പൊ റാബി വിള പോലും കൃഷി ചെയ്യാതിരിക്കുന്ന കൃഷിക്കാരെ എങ്ങനെ സഹായിക്കാനാ? അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, സംസ്ഥാന സർക്കാരുകൾക്ക് കൂടുതൽ വായ്പ എടുക്കാനും ചെലവഴിക്കാനും നൽകണം. മൂന്നാമത്തത്, പലിശ നിരക്ക് കുറച്ചുകൊണ്ട് ഉദാരമായിട്ട് വായ്പ സ്വകാര്യ നിക്ഷേപകർക്ക് ലഭ്യമാക്കണം. ഇത്തരത്തിൽ സാമ്പത്തിക ഉത്തേജനത്തിനുള്ള നടപടി സ്വീകരിക്കുക. മൂന്നാമത്തത്, ഈ സഹകരണ മേഖലയോടുള്ള വിവേചനം അവസാനിപ്പിക്കണം. കേരളം പോലുള്ള സംസ്ഥാനത്ത് വളരെ വളരെ പ്രധാനപ്പെട്ട പങ്ക് സഹകരണ മേഖല വഹിക്കുന്നുണ്ട്. കാർഷിക മേഖല നിർണായകമായ പങ്കുണ്ട്. അതുകൊണ്ട് സഹകരണ മേഖലയോടുള്ള എല്ലാ വിവേചനങ്ങളും പിൻവലിക്കാനായിട്ട് കേന്ദ്രം തയ്യാറാവണം. അവസാനമായിട്ട് ഡിജിറ്റലിനൊന്നും ആരും എതിരല്ല. പക്ഷേ അതിന് യഥാർത്ഥ പ്രോത്സാഹനം നൽകുകയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ ക്യാഷ്ലെസ് എന്നത് അണമുട്ടിയപ്പോൾ പറഞ്ഞിരുന്ന ഒരു സാധനമല്ലേ? ആദ്യമൊന്നും നവംബർ 8 ഇത് പറഞ്ഞിരുന്നില്ലല്ലോ. ശ്രീ തോമസ് ഐസക്, ക്ഷേമ പെൻഷനുകൾ അടക്കം വീട്ടിലെത്തിക്കുക എന്ന 1055 കോടി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ചെയ്ത് താങ്കൾ ആ മാജിക്ക് ഒരു പക്ഷേ അതുപോലെ ശമ്പളം മുടങ്ങാതെയുള്ള മാജിക്കിനുള്ള കരുതൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ? ശമ്പളം മുടങ്ങാനായിട്ട് അന്ന് നമ്മുടെ കയ്യിൽ പണവും നോട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് എടുത്തു കൊടുക്കാൻ പറ്റി 3000 കോടി രൂപ. ഇന്ന് നോട്ടില്ല. ഈ നോട്ട് അച്ചടിക്കാൻ നമുക്ക് അവകാശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പണി പറ്റിച്ചാല്. ഇപ്പൊ കേന്ദ്രത്തോട് നിർബന്ധം പറയുകയൊക്കെ ചെയ്യലാണ്. പിന്നെ ചെയ്യാവുന്നത്, ബാങ്കുകള് പണം തരാൻ പറ്റൂല, നോട്ട് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ള നോട്ടിലെ വിതരണം ചെയ്യാൻ പറ്റൂ. 24,000 പറ്റത്തില്ല, 12,000 പറ്റത്തുള്ളൂ, 10,000 പറ്റത്തുള്ളൂ എന്ന് തുറന്ന് പറയേണ്ടി വരും. എന്തായാലും ബാങ്കിൽ നിന്ന് കഴിഞ്ഞ തവണ 24,000 വെച്ച് കിട്ടിയില്ലല്ലോ. പല സ്ഥലത്തും 10,000 15,000 രൂപ വെച്ചാണല്ലോ കിട്ടിയത്. ഒരു കാര്യം കൂടി, അതായത് ശമ്പളം മുടങ്ങും എന്ന സൂചനയാണോ ധനമന്ത്രി നൽകുന്നത്? ശമ്പളം മുടങ്ങത്തില്ല. പക്ഷേ ശമ്പളത്തിന് വഴി കിട്ടുന്നത് 24,000 തന്നെ കിട്ടും എന്ന് ഉറപ്പ് വരാൻ പറ്റില്ല. ബാങ്കുകൾ അത്രയും പണം തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു.
ഒപ്പം ഈ RBI നിന്ന് ആവശ്യപ്പെട്ട തുക അല്ലെങ്കിൽ കറൻസി അത് അതെ, RBI നമുക്ക് നേരിട്ടല്ല പണം തരുന്നത്. RBI നമ്മുടെ ഏജൻസി ബാങ്കുകൾ വഴിയാണ്. അപ്പോ ഇന്നലെ RBIയും വന്നിരുന്നു. RBI നൽകാൻ പറ്റുന്ന പണത്തിന് പരിധിയുണ്ട്. അവർക്ക് ഒരു 1000 കോടി രൂപയാണ് ഇപ്പൊ അവർ പറയുന്നത്. 1000 കോടി രൂപ 3000 കോടി രൂപ ശമ്പളം കൊടുക്കാൻ 1000 കോടി രൂപ കിട്ടിയാൽ എങ്ങനെ തികയും? അപ്പോ അതിന്റെ പാതിയെങ്കിലും നമുക്ക് കിട്ടിയാലല്ലേ കാര്യങ്ങൾ നീക്കാൻ പറ്റൂ. അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് സംസാരിച്ചതിന് ശ്രീ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. തീർച്ചയായും വളരെ വലിയ പ്രതിസന്ധിയാണ്. ഒരുപക്ഷെ മുൻ സർക്കാരുകളെയൊക്കെ അപേക്ഷിച്ച് നികുതി പിരിവടക്കം കൃത്യമായും എഫിഷ്യൻസിയോടുകൂടി ശേഖരിക്കുകയും അതിൻ്റെ ക്രയവിക്രയങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്യുന്ന ഒരു ധനവിനിയോഗ പ്രക്രിയ നടത്തിക്കൊണ്ടിരുന്ന തോമസ് ഐസക് തന്നെ പറയുകയാണ്, അല്ലെങ്കിൽ LDF തന്നെ പറയുകയാണ്, ഇത്തരത്തിൽ കറൻസി ക്ഷാമവും ഈ വരുമാനത്തിലുള്ള ക്ഷാമവും ഒരുപക്ഷെ സംസ്ഥാനത്തിൻ്റെ നടുവൊടിച്ചു എന്ന്. നിർണായകമാണ്. ധനമന്ത്രി പറയുന്നു ശമ്പളം മുടങ്ങില്ല, പക്ഷേ ഘട്ടം ഘട്ടമായി മാത്രമേ ഒരുപക്ഷെ കൊടുക്കാനാകൂ. ആ രീതിയിലേക്കാണ് പ്രതിസന്ധിയിൽ എത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. ഷീജ, അങ്ങനെയെങ്കിൽ ഗൗരവമാണ്. 1-ാം തീയതിക്ക് ഇനി ഒരു ദിവസം മാത്രം ബാക്കി. അജിംഷാദ്, വലിയ പ്രതിസന്ധി തന്നെയായിരിക്കും. ജനുവരി 1-ാം തീയതി മുതൽ സംസ്ഥാനം നേരിടേണ്ടി വരിക എന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ചും നമ്മൾ ഡിസംബർ 1 മുതൽ ഒരു 15 വരെയുള്ള കാലയളവിൽ കണ്ടതാണ് വലിയ തോതിൽ ഒരു പ്രതിസന്ധി. പ്രത്യേകിച്ചും കറൻസിയുടെ ദൗർലഭ്യം മാത്രമായിരുന്നു അന്ന് സംസ്ഥാനമല്ല രാജ്യമൊട്ടാകെയായി നേരിട്ടിരുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയേണ്ടത്. ഇതിൽ തന്നെ ഓരോ ദിവസവും രാവിലെ മുതൽ ഉച്ചവരെയും ഉച്ചയ്ക്ക് ശേഷം ഉള്ള ഇടപാടുകൾക്കുമായി RBI നിന്നും പണം ആവശ്യപ്പെട്ട്, പക്ഷേ എന്നാൽ അതിൽ പോലും RBI നമുക്ക് ഇതുവരെ ലഭിച്ച ഒരു കണക്കനുസരിച്ച് ഈ മാസം ആവശ്യപ്പെട്ടിട്ടുള്ളതിൽ 40% തുക മാത്രമാണ് RBI പോലും ലഭ്യമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കറൻസി ദൗർലഭ്യം ഒരു വിഷയമായി നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു വിഷയം ജനുവരി 1 മുതൽ നേരിടാൻ പോകുന്നത് ആവശ്യത്തിനുള്ള പണം ഈ രീതിയിൽ പോലും നൽകാൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ കരുതൽ ധനവും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ എടുത്തു പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ സ്വന്തം വരുമാനത്തിൽ നിന്ന് ഒന്നും തന്നെ ശമ്പളം വിതരണത്തിനായി നൽകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ജനുവരി 1 മുതൽ ശമ്പളം ഇത്തരത്തിൽ 24,000 രൂപ എന്നൊരു പരിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ രൂപ പോലും നൽകാൻ ബാങ്കുകളുടെ കയ്യിൽ പണമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ധനമന്ത്രി പോലും വ്യക്തമാക്കിയിരിക്കുന്നത്. ശമ്പളം മുടങ്ങില്ലെങ്കിൽ പോലും ശമ്പളം ഈ രീതിയിൽ ഒറ്റ ഗഡുവായി എടുക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ സംസ്ഥാനത്ത് ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ശമ്പള വിതരണം അടുത്ത മാസം വലിയ തോതിൽ പ്രതിസന്ധിയിലാകും എന്നതിൽ സംശയമില്ല. 10,000 രൂപയോ അതിൽ കുറഞ്ഞു മാത്രമേ ശമ്പളക്കാർക്കായാലും പെൻഷൻകാർക്കായാലും ബാങ്കുകളിൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കൂ എന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. ഇത് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ചേർന്ന ബാങ്ക് ഉടമകളുടെ എല്ലാം യോഗത്തിൽ ഇത് വലിയ തോതിൽ ചർച്ചയുമായിരുന്നു. ഈ രീതിയിൽ 15.5 ലക്ഷം രൂപയുടെ കറൻസിയാണ് കേന്ദ്രം പിൻവലിച്ചത്. എന്നാൽ ഇതിൽ പകരം നൽകാൻ അതിന്റെ 1/3 പണം പോലും RBIയുടെ പക്കൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിശദാംശങ്ങൾ. ഇത് തന്നെയാണ് വലിയ തോതിൽ പ്രതിസന്ധിക്ക് ഇടയാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഭൂരിഭാഗം ഇടപാടുകളും നഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും നികുതി വരുമാനം വലിയ തോതിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു. നികുതി വരുമാനത്തിൽ ഗണ്യമായ കുറവ്. നികുതി വരുമാനത്തിൽ പ്രത്യേകിച്ചും ഡിസംബർ പകുതി വെച്ച് നോക്കുമ്പോൾ 4,000 കോടിയിൽ 2,000 കോടിയായി കുറഞ്ഞിരുന്നു. അതിലും കുറഞ്ഞു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ബെവ്കോയുടെ വരുമാനം, അതോടൊപ്പം തന്നെ ലോട്ടറി വരുമാനത്തിലെ ഗണ്യമായ ഇടിവ്, രജിസ്ട്രേഷൻ ഇടപാടുകളിലെ ഇടിവ്, അതോടൊപ്പം ബാങ്കിംഗ് മേഖല, വ്യാവസായിക മേഖല, ഒപ്പം തന്നെ ചെറുകിട വ്യവസായ മേഖല എല്ലാം വലിയ തോതിൽ പ്രതിസന്ധിയെ അതിരൂക്ഷമായി തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത മാസമാകുമ്പോഴേക്കും ഈ പ്രതിസന്ധി ഗുരുതരമാകും എന്നുള്ളതിൽ സംശയമില്ല. ഇത് തന്നെയാണ് വലിയ തോതിൽ ശമ്പള വിതരണത്തെയും പ്രതിസന്ധിയിലാക്കുന്നത്. ഒരുപക്ഷെ നിർമ്മാണ മേഖല അല്ലെങ്കിൽ ഇത്തരം എല്ലാ മേഖലകളിലും ഉള്ള പ്രതിസന്ധി, അതിൽ നിന്നുള്ള നികുതി വരുമാനമൊക്കെ സ്വാധീനിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ തോമസ് ഐസക് പറഞ്ഞത് RBIയിൽ നിന്നും ആവശ്യപ്പെട്ട തുക നമ്മുടെ ഏജൻസി ബാങ്കുകൾ വഴി എത്തുന്നില്ല എന്നത് ഒരുപക്ഷെ പ്രതിസന്ധി രൂക്ഷമാക്കാനുള്ള കാരണങ്ങൾ ഇത് സൃഷ്ടിച്ച കേന്ദ്ര സർക്കാർ തന്നെ വീണ്ടും ഉണ്ടാക്കുകയായിരുന്നു, അല്ലേ ഷീജ? തീർച്ചയായും അജിംഷാദ്, ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പ് എന്ന് പറയുന്നത് ഡിസംബർ മാസത്തിലെ ശമ്പള വിതരണം. സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ മേരി ജോർജ്, താങ്കളൊക്കെ ആദ്യഘട്ടത്തിൽ ഈ ഡിമോണിറ്റൈസേഷനെ വല്ലാതെ പിന്തുണച്ച ആൾക്കാരാണെന്ന് തോന്നുന്നു. പക്ഷേ ഇന്ന് ജനം വലിയ അറുതിയിലാണ്. ആ അറുതിക്ക് വറുതി കൂട്ടുന്ന രീതിയിലാണ് സംസ്ഥാനവും പറയുന്നത്.
അതായത് ഞങ്ങളും വലിയ ഞെരുക്കത്തിലാണ്, നികുതിയുടെ പിരിവുകൾ പോലും എത്തുന്നില്ല, എല്ലാ മേഖലകളും തകർച്ചയിലേക്കാണ്, ശമ്പളം മുടങ്ങാതെ നോക്കാം പക്ഷെ അത് ഒറ്റ ഗഡുവായി നൽകാനാകില്ല, ഇത്തരത്തിലേക്ക് വലിയ പ്രതിസന്ധി ധനമന്ത്രി തന്നെ ഞങ്ങളോട് ഒരു മിനിറ്റ് മുമ്പ് പറഞ്ഞു. ശ്രീ അതായത് ഞാൻ ആദ്യം നിന്ന സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഞാൻ. അതായത് നല്ല നടപടി മോശമായി നടപ്പിലാക്കി എന്ന ഒരു മാറ്റം മാത്രമേ വരുത്തിയിട്ടുള്ളൂ. പിന്നെ ഡോക്ടർ ഐസക് പറഞ്ഞത് 100% ശരിയാണ്. പക്ഷെ അതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഓഡിറ്റ് റിപ്പോർട്ട്, നമ്മുടെ സെപ്റ്റംബർ 30 വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ടില് ഈ ഗവൺമെന്റിന്റെ പെർഫോമൻസ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ പെർഫോമൻസിനേക്കാൾ മെച്ചമായിരുന്നു. എന്ന് വെച്ചാൽ നികുതി ഇതര വരുമാനത്തിലെ 3.5% വളർച്ചയും നികുതിയിതര വരുമാനത്തിലെ 14% വളർച്ചയും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അക്കാര്യത്തില് നല്ല പെർഫോമൻസ് ആണ് സെപ്റ്റംബർ വരെ. പിന്നെ ഒക്ടോബറും കഴിഞ്ഞ് നവംബറിലാണ് ഡിമോണിറ്റൈസേഷൻ വന്നത്. നവംബർ ഡിസംബർ മാസങ്ങളിലെ, അതായത് ഈ കഴിഞ്ഞ 50 ദിവസത്തെ സംസ്ഥാനത്തിന്റെ പെർഫോമൻസ് തീർച്ചയായിട്ടും മോശമായിരിക്കും. അത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന്റെ പെർഫോമൻസ് കുറച്ചുകൂടി മോശമാകും. കാരണം ആരംഭത്തിൽ തന്നെ ഞാൻ എടുത്ത ഒരു സ്റ്റാൻഡ് ഉണ്ട്. അതായത് കേരളമാണ് ഏറ്റവും കൂടുതൽ കള്ളപ്പണവും കുഴൽപ്പണവും കുമിഞ്ഞുകൂടുകയും വ്യാപനം ചെയ്യപ്പെടുകയും ചെയ്യുന്ന സംസ്ഥാനമെന്ന്. അതിലിപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതിന്റെ കാരണവും അന്ന് ഞാൻ പറഞ്ഞിരുന്നു. 25 ലക്ഷത്തോളം പ്രവാസി മലയാളികൾ ഉണ്ട് കേരളത്തില്. അതില് 25 ലക്ഷം പേര് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടെങ്കിൽ അതുകൂടാതെയും പല ലക്ഷങ്ങള് മറ്റ് ഭാഗത്തായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഇന്ത്യയിലേക്ക് അയക്കുന്ന പണം ഒരു വലിയ ഭാഗവും കുഴൽപ്പണമായിട്ടാണ് അയക്കുന്നത്. അതുകൊണ്ട് നികുതി വെട്ടിക്കൽ നടക്കുന്നു, അത് കള്ളപ്പണമായി മാറുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള കള്ളപ്പണമാണ് കേരളത്തിന്റെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ, കൺസ്ട്രക്ഷൻ മേഖലയിൽ, അതുപോലെ തന്നെ ഈ വെഹിക്കിൾസിന്റെ, അതായത് ലക്ഷറി വെഹിക്കിൾസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന പണം മുഴുവനും തന്നെ ഈ പറയപ്പെട്ട കള്ളപ്പണമായിട്ടോ കുഴൽപ്പണമായിട്ടോ വരുന്ന പണമാണ്. കാരണം സാധാരണക്കാരുടെ കയ്യില് ലക്ഷറി വെഹിക്കിൾസ്, അതായത് 15 ലക്ഷം 20 ലക്ഷം ഒക്കെ വില വരുന്ന വെഹിക്കിൾസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പണമില്ല. അപ്പൊ ഇതൊക്കെ വരുന്നത് ഈ അങ്ങനെയുള്ള ഒരു വലിയ ലോബി തന്നെ കേരളത്തിലുണ്ട്. അപ്പൊ ഇപ്പൊ എന്താ സംഭവിക്കുക? റിയൽ എസ്റ്റേറ്റ് മേഖല പിൻവാങ്ങാതെ നിവൃത്തിയില്ല. കാരണം അവർക്കെതിരെയാണ് ഈ ചാട്ടവാറടി ഏറ്റവും ശക്തമായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ അതായത് ക്രയവിക്രയം, ഭൂമിയുടെ ക്രയവിക്രയം കുറയും എന്നതുകൊണ്ട് തന്നെ ആ മേഖലയിൽ മാറ്റം വരും. പിന്നെ പണത്തിന്റെ ലഭ്യത കുറഞ്ഞതുകൊണ്ട് ബിവറേജസിന്റെ വിൽപ്പനയിലും കുറവ് വരും. അപ്പൊ അങ്ങനെ, പക്ഷെ ബിവറേജസിന്റെ വിൽപ്പനയിൽ ആദ്യത്തെ 2 ആഴ്ച ഉണ്ടായ ഇടിവ് പിന്നെയുള്ള ആഴ്ചകളിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇനി ഡോക്ടർ തോമസ് ഐസക് മറിച്ച് പറയുന്നുവെങ്കിൽ ഞാൻ ഖണ്ഡിക്കാനില്ല. കാരണം ധനമന്ത്രി ആയിരിക്കുന്ന അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് അപ്പോ സത്യസന്ധമായ രീതിയിൽ ഡോക്ടർ ഐസക് പറയുന്നത് പോലെ തന്നെ ഈ കഴിഞ്ഞ 2 മാസം, ഒക്ടോബർ കഴിഞ്ഞ് നവംബർ ഡിസംബർ മാസങ്ങളിൽ കേരളത്തെയാണ് നോട്ട് ഡിമോണിറ്റൈസേഷൻ തീർച്ചയായിട്ടും ഗുരുതരമായി ബാധിക്കുന്നത്. പക്ഷേ അതിൽ ഈ കള്ളപ്പണം എന്ന സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കും ആശയങ്ങൾക്കും എന്തുകൊണ്ട് അടിസ്ഥാനമുണ്ടെന്ന് നമുക്ക് ഒരു ദിവസം കഴിഞ്ഞറിയാം. കാരണം 14.5 ലക്ഷം കോടിയാണ് 500-ഉം 1000-ഉം പിൻവലിച്ചത്. അതിൽ എത്ര കോടി ബാങ്കുകളിൽ എത്തിയിട്ടുണ്ടെന്ന കൃത്യമായ കണക്കുകൾ നമുക്ക് മറ്റന്നാൾ അറിയാനാകും. അങ്ങനെയാണെങ്കിൽ ഇത് എന്തുമാത്രം വിജയമാണെന്നും, കള്ളപ്പണം എന്നത് ഇവിടെ ഉണ്ടോ അതോ പുറത്താണോ, അല്ലെങ്കിൽ സ്വർണവും പണവുമായിട്ടാണോ ശേഖരിച്ചിരിക്കുന്നത് എന്നൊക്കെ അറിയേണ്ടി വരും. അല്ലെങ്കിൽ കള്ളപ്പണം എന്ന് നിങ്ങൾ പറയുന്ന സാധനം ഈ വിധത്തിൽ ഭൂതമായി ഇല്ല എന്ന് വിലയിരുത്തേണ്ടി വരും. നമ്മൾ സാമ്പത്തിക വിദഗ്ധരല്ല, തീർച്ചയായും അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധി അതല്ലല്ലോ ശ്രീ മേരി ജോർജ്. അതായത് ഒരൊറ്റ പണക്കാരനോ അല്ലെങ്കിൽ ഒരൊറ്റ കള്ളപ്പണക്കാരനോ ക്യൂ നിൽക്കേണ്ട ഗതികേട് വരുന്നില്ല. അവൻ്റെ ക്രയവിക്രയങ്ങൾ ഒന്നും തടസ്സപ്പെടുന്ന ഒന്നും തന്നെ നാം കാണുന്നില്ല. മറിച്ചോ സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്, അല്ലെങ്കിൽ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് മുഴുവൻ വലയുന്നത്. 1. 2, ഈ മേഖലകളൊക്കെ തകരുക വഴി ശമ്പളം നിൽക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ശമ്പളം നിൽക്കില്ല, അത് ഘട്ടം ഘട്ടമാകുമെന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ ക്രയവിക്രയം, അവൻ്റെ പർച്ചേസിങ് കപ്പാസിറ്റി കുറയുന്നു. വിപണിയിലേക്കുള്ള പണത്തിൻ്റെ ഒഴുക്ക് ഒന്നുകൂടി കുറയുന്നു. ഗൗരവമായ സ്ഥിതിയിലേക്കല്ലേ അടുത്ത ദിവസങ്ങളിൽ പോകാൻ പോകുന്നത് സംസ്ഥാനം?
എന്റെ സുഹൃത്തെ, ഞാൻ ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. ഇപ്പൊ സംസ്ഥാന വരുമാനത്തിന്റെ കാര്യം ഡോക്ടർ ഐസക് പറഞ്ഞു. ഞാൻ ഈ പ്ലാനിംഗ് ബോർഡിലെ പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ ഫിഗർ സെപ്റ്റംബർ വരെയുള്ളത് കണ്ടു. 27.17% ശരാശരി. അപ്പൊ 27.17% എന്ന് പറഞ്ഞ എല്ലാ ഗവൺമെന്റുകളുടെ കാലത്തും എല്ലാ കാലത്തും ആദ്യ പകുതിയിൽ ഇത്രേ നടക്കാറുള്ളൂ. കാരണം ആദ്യ പകുതിയിൽ നികുതി വരുമാനം അറച്ചറച്ചാണ് ഇവിടെ പുരോഗമിക്കുക. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് സാധാരണ രീതിയിൽ നികുതി വരുമാനം, അതായത് കുടിശ്ശിക ഇട്ടിരിക്കുന്ന വർഷാന്ത്യത്തിൽ എല്ലാവരും കൊടുത്തു തീർക്കും. അങ്ങനെ വരുമ്പോൾ നികുതി വരുമാനത്തിൽ കുതിച്ചുചാട്ടം ഉണ്ടാകുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ്. എന്നിട്ട് പോലും ഞാൻ പറഞ്ഞല്ലോ, സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ഡോക്ടർ തോമസ് ഐസക്കിന്റെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ കാലത്ത് 3.5% നികുതി വരുമാന വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതൊക്കെ നല്ല ലക്ഷണങ്ങളാണ്. അതേ സമയത്ത് ഈ പറയപ്പെട്ട തരത്തില് താങ്കൾ പറയുന്നത് പോലെ സാധാരണക്കാര് ദുരിതത്തിലാകുന്നത് തീർച്ചയായിട്ടും വളരെ സങ്കടാവസ്ഥയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഈ പാവപ്പെട്ടവര് അല്ലെങ്കിൽ സാധാരണ കർഷകേതരരും ഗ്രാമീണ മേഖലയിലുള്ളവര് കഷ്ടത്തിലായി എന്നുള്ളത് ഊതി വീർപ്പിച്ച കണക്കല്ലേ? കാരണം എന്റെ കുടുംബം വയനാട് ജില്ലയിലാണ്. ആ വയനാട് ജില്ലയിൽ നിന്നുള്ള ഒരുപാട് കർഷകരുമായിട്ട് എല്ലാ ദിവസവും തന്നെ എനിക്ക് സമ്പർക്കമുണ്ട്. അവരാരും അവർക്ക് പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്നില്ല. അവര് പറയുന്നത് തിരുവനന്തപുരത്ത് പ്രതിസന്ധി ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കുക. അവർക്കാർക്കും ഈ പ്രതിസന്ധി ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ ഇന്നലെ മിനിങ്ങാന്ന് ഒക്കെ ഇടുക്കിയിൽ നിന്ന് കർഷകര് എന്നെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങള് മീഡിയ ബന്ധമുള്ള ശ്രീ മേരി ജോർജ്, ഇത് ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അങ്ങനെ പ്രതിസന്ധി വയനാട്ടിലുള്ള താങ്കളുടെ ബന്ധുക്കൾക്കുണ്ടായില്ലെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. അവരുടെ കയ്യിൽ ഇത്രയേറെ പണം മുമ്പേ ശേഖരിച്ചു വെച്ചിട്ടുണ്ടോ? അവരുടെ കയ്യിൽ ഒരു പണവും ഇല്ല. അവര് പറയുന്നത് ഞങ്ങൾ ബാങ്കിൽ ചെന്ന് നിന്നാൽ ഞങ്ങൾക്കുള്ള, അതായത് അത് പ്രാഥമിക സഹകരണ സംഘങ്ങളിലായിരിക്കില്ല, വളരെ സാധാരണക്കാരായ കർഷകര്, വെറും സാധാരണക്കാരായ കർഷകരാണ് അവർ. അത് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. എന്റെ കുടുംബക്കാരായത് കാരണം അവർ വലിയ കർഷകരാണെന്ന് ഞാൻ പറയുന്നില്ല. സാധാരണ കർഷകര് അവരൊക്കെ തന്നെ പറയുന്നു, അവരുടെ ചുറ്റുവട്ടത്തുള്ളവരെ കണ്ടിട്ട് അവരുടെ അനുഭവം വെച്ച് പറയുന്നു പ്രശ്നങ്ങളില്ല എന്ന്. നോർത്ത് ഇന്ത്യയിൽ ചെന്നാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. പക്ഷേ വ്യാപാര മേഖലകളിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ തലച്ചുമടായിട്ട് കൊണ്ടുനടന്ന് വിൽക്കുന്നവര്, പെട്ടിക്കടക്കാര്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര്. ഇപ്പൊ ഇന്നലെ തന്നെ ഹിന്ദിയിൽ ഒരു ന്യൂസ് കണ്ടു. വാരണാസിയില് ഫിലിം എടുത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ കഥ. അവര് പറയുന്നു ഇപ്പൊ ആരും വാരണാസിയിലേക്ക് വരുന്നില്ല. ടൂറിസത്തെ ബാധിച്ചിട്ടുണ്ട്. കേരളത്തിലും ഇന്ത്യ മുഴുവൻ ടൂറിസ്റ്റ് ഇതിന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ശ്രീ മേരി ജോർജ്, ഞാനൊരു സാമ്പത്തിക വിദഗ്ധനല്ല, പക്ഷെ ഈ പണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യുന്ന സാധനമാണല്ലോ. ഒരുപക്ഷെ താങ്കൾ പറയുന്നു ഒരറ്റത്തിൽ പ്രതിസന്ധി പെരുപ്പിച്ചതാണെന്ന്, മറ്റൊരു വശത്ത് പറയുന്നു ഇങ്ങനെ ചെറുകിട വ്യാപാര മേഖലകൾ അടക്കം പൊളിയുന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ കണക്റ്റഡ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പ്രതിസന്ധി വളരെ പ്രായോഗിക തലത്തിൽ ഉണ്ട് എന്നല്ലേ? ജനങ്ങളുടെ കയ്യിലുള്ള പർച്ചേസിംഗ് കപ്പാസിറ്റി തന്നെയല്ലേ അതുവഴി കുറയുക? തീർച്ചയായിട്ടും ഞാൻ അത് ആരംഭ ദശയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മാന്യം, അതായത് ഇപ്പൊ തന്നെ 3.1% നിൽക്കുന്ന റീറ്റെയിൽ പ്രൈസസ് ഇനിയും താഴും എന്ന് പറഞ്ഞാൽ മാന്യത്തിന്റെ ലക്ഷണം തന്നെയാണ്. ആ മാന്യാവസ്ഥയെ മറികടക്കാനായിട്ട് 2017-18 ബജറ്റിൽ വളരെ ശക്തമായ നടപടികളുമായിട്ട് നരേന്ദ്രമോദി വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അന്ന് ഞാൻ അദ്ദേഹത്തിനെതിരെ ശക്തമായി പ്രതികരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അങ്ങനെ കൊണ്ടുവരണം. ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടുതൽ പണം വരണം, അതുപോലെ തന്നെ മുദ്രാ ബാങ്ക് വഴിയായിട്ട് കൂടുതൽ പണം വരണം, ഗരീബി കല്യാൺ യോജന വഴിയായിട്ട് കൂടുതൽ പണം വരണം. സർവ്വസാധാരണക്കാരുടെ കയ്യിലെ പണം എത്തണം. അങ്ങനെ പണം എത്തിയാൽ മാത്രമേ ഇപ്പോൾ പക്ഷേ നമ്മുടെ അച്ചടി കേന്ദ്രങ്ങളൊക്കെ അത്തരത്തിൽ പണം എത്തിക്കാൻ പ്രാപ്തമാണോ? ആ രീതിയിലുള്ള നടപടിക്രമങ്ങളാണോ ഇവർ പ്രായോഗിക തലത്തിൽ സ്വീകരിച്ചത്? ഡിമോണിറ്റൈസ് ചെയ്യുമ്പോൾ തീർച്ചയായും അതിനനുസരിച്ചുള്ള പണം കരുതേണ്ട ആ പ്രായോഗിക നടപടികളൊക്കെ അവർ വീഴ്ച വരുത്തിയില്ലേ ശ്രീ മേരി ജോർജ്? തീർച്ചയായിട്ടും അവർ വീഴ്ച വരുത്തി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ശരിയായ രീതിയിൽ നടപ്പിലാക്കാത്ത നല്ലൊരു നടപടി എന്ന് പറഞ്ഞത്. മേരി ജോർജ് ദയവായി താങ്കൾ തുടരൂ. ശ്രീ ജേക്കബ് ജോർജ്, മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ട് എന്നത് അംഗീകരിക്കുമ്പോൾ തന്നെ പലതും ഊതി വീർപ്പിച്ചതാണെന്നാണ് പറയുന്നത്. പക്ഷേ സംസ്ഥാനത്തിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്നതാണ്. നികുതി വരുമാനത്തിലെ വൻ ഇടിവ്, 9% ഇടിവാണ് ബെവ്കോയ്ക്ക് മാത്രം ഉണ്ടായിരിക്കുന്നത്. 27.3%
ബെവ്കോയ്ക്കുണ്ടാകുമ്പോൾ ലോട്ടറി വരുമാനത്തിൽ 5% ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ചെറുകിട മേഖലയിലും ഇത്തരത്തിൽ പ്രതിസന്ധികൾ രൂക്ഷമാണ്. സംസ്ഥാനത്തിന് ശമ്പളം മുടങ്ങത്തില്ലെങ്കിൽ പോലും അത് പല ഘട്ടങ്ങളായി കൊടുക്കേണ്ട രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് ആ ധനമന്ത്രി തന്നെ ഞങ്ങളോട് ഇപ്പോൾ പറയുകയും ചെയ്തു. ഡോക്ടർ മേരി ജോർജ് ഇപ്പോൾ ഈ നിലപാട് ഇങ്ങനെയാക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ആദ്യഘട്ടത്തിലൊക്കെ ഡോക്ടർ മേരി ജോർജ് ശക്തമായി ഇത് ന്യായീകരിക്കുകയും ഇതിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയുമായിരുന്നു. തീർച്ചയായിട്ടും മാഡം എന്റെ അടുത്ത കുടുംബ ബന്ധം ഉള്ള ആളാണ്, നല്ല സൗഹൃദമുള്ള ആളാണ്. ഈ നിലപാട് മാറ്റിയത് തീർച്ചയായിട്ടും BJPയുടെ വേദിയിൽ പോയി ഈ പണം നിരോധിച്ച നിലപാടിനെ ന്യായീകരിച്ച വ്യക്തിയും കൂടിയാണ് പ്രൊഫസർ ഡോക്ടർ മേരി ജോർജ്. നിലപാട് കേട്ടപ്പോ സന്തോഷമുണ്ട്. ഞാനത് ആദ്യം ചോദിച്ചു, പക്ഷേ അത് കാരണം ആർക്കും റിയാലിറ്റി മനസ്സിലാകാമല്ലോ. ഇത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശ്, ഞാൻ യാത്രയാണെന്ന് വെക്കുക, ഞാൻ ഡൽഹിയിൽ പോകുന്നു അല്ലെങ്കിൽ കൽക്കട്ടയിൽ പോകുന്നു, എന്റെ കുറെ 10,000-15,000 രൂപ കാണും. ഇന്ന് രാത്രി നിങ്ങളുടെ കാശ് വിലയില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഒരു സാധാരണക്കാരന്റെ നിലപാട് എന്തായിരിക്കും, സ്ഥിതി എന്തായിരിക്കും? അങ്ങനെ ഇവിടുത്തെ കള്ളപ്പണക്കാരന് ഒരു കുറ്റവും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അവരെ ആരെയും ചോദിക്കുന്നത് കണ്ടില്ലല്ലോ. അവർക്കൊക്കെ ബാങ്ക് മാനേജർമാർ വീട്ടിൽ കൊണ്ട് കാശ് കൊടുത്തു. അതും ഈ പണം എവിടെ ഈ പണം പൂഴ്ത്തി വെച്ചേക്കുന്നത് ആരാ? ഇവന്മാരൊരു ബുദ്ധിയില്ലാത്തവരാണോ? ലോകത്തിൽ ഇന്ത്യയിൽ ലോകത്ത് എവിടെ നോക്കിയാലും ഏറ്റവും ബുദ്ധിയുള്ളവരാണ് കള്ളപ്പണം ഉണ്ടാക്കുന്നത്. അവർ ഉടൻ തന്നെ അത് വെളുപ്പിച്ച് സ്വർണം മേടിച്ചു വെക്കും, അല്ലെങ്കിൽ സ്ഥലം മേടിച്ചു കൂട്ടും, അതൊക്കെ ഉണ്ടാക്കി വെക്കും. അവരുടെ ആരും കള്ളപ്പണം ഇല്ലല്ലോ, അവരാരും ക്യൂ നിൽക്കാൻ പോയില്ലല്ലോ. അവരൊക്കെ ആർഭാടത്തോടെ കല്യാണങ്ങൾ നടത്തിയില്ലേ, ആർഭാടത്തോടെ ജീവിക്കുന്നില്ലേ, വലിയ വലിയ കാറുകൾ മേടിക്കുന്നില്ലേ? ഇപ്പോഴും കാറുകൾ മേടിക്കുന്നത് ഈ പണക്കാരല്ലേ? ഇവിടെ പാവപ്പെട്ടവൻ, സാധാരണക്കാരൻ, ഇടത്തരക്കാരൻ, അവനൊക്കെയാണ് ക്യൂ നിന്നത്. മകളെ ആശുപത്രിയിലാക്കിയിട്ട് ക്യൂ നിൽക്കുന്നു. അപ്പൻ മരിച്ചു കിടക്കുമ്പോൾ ശവസംസ്കാരം നടത്താൻ പൈസ ഇല്ലാതെ പണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നു ബാങ്കിൽ പോയി. സ്വന്തം കാശെടുക്കാനേ മൻമോഹൻ സിംഗ് എഴുതിയ ലേഖനമുണ്ടല്ലോ, ലോക്സഭയിൽ രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം ഇന്നും പ്രസക്തമാണ്, അന്നും പ്രസക്തമാണ്. തീർച്ചയായിട്ടും ഇത് കേരളത്തെ നല്ല ഇന്ത്യയെ മുഴുവൻ ബാധിച്ചിരിക്കുന്നു, സർക്കാരുകളെ ബാധിച്ചിരിക്കുന്നു, ജനജീവിതത്തെ ബാധിച്ചിരിക്കുന്നു. യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള സാധ്യതകൾ എന്തെങ്കിലും കാണാനാകുന്നുണ്ടോ? ഇപ്പോൾ ശ്രീ മേരി ജോർജ് തന്നെ ആശ പ്രകടിപ്പിച്ചത് ഇങ്ങനെയാണ്, പ്രത്യാശ പ്രകടിപ്പിച്ചത് ഇങ്ങനെയാണ്, തൊഴിലുറപ്പ് മേഖലയിൽ അടക്കം മോദിക്ക് ചില മാറ്റങ്ങൾ ഇതുവഴി മാറ്റാനാകും എന്നതാണ്. അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? ചോദ്യം? ശ്രീ മേരി ജോർജ്, താങ്കളോടെത്താം. ശ്രീ ജേക്കബ് ജോർജിനോട്. അല്ല, മോദിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഇത് തെറ്റാണെന്ന് സമ്മതിക്കണം. സാധാരണഗതിക്ക് ഒരു ഭരണകർത്താവും ഈ കാര്യം തെറ്റാണെന്ന് പറയുകയില്ല. മോദി ഒരു രാഷ്ട്രീയ നീക്കമാണ്. ഇതിനകത്തൊരു ഇന്ത്യയിലെ കള്ളപ്പണക്കാരെയൊന്നും പിടിക്കാനല്ല മോഡി ചെയ്തത്. മോഡി പ്രതിപക്ഷത്തെ അടിക്കാൻ ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എതിർപക്ഷത്തെ പ്രതിപക്ഷ കക്ഷികളെ അവരുടെ പണം ഇല്ലാതാക്കാൻ, അവരുടെ ഖജനാവ് ശൂന്യമാക്കാൻ, അതുവഴി അവിടെ ജൈത്രയാത്ര നടത്തിയ കൃത്യമായ രാഷ്ട്രീയമായ ഒരു സ്ട്രൈക്കാണ്, നീക്കമാണ്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇതിന്റെ അകത്ത് പരിഹാരം എന്താ? അത് കാശ് അച്ചടിച്ച് വിതരണം ചെയ്യണം. കാശ് ഒരു സുപ്രഭാതത്തിൽ പ്രൈവറ്റ് ആയിട്ട് ബാങ്കിൽ പ്രസുകളിൽ കൊടുത്ത് അച്ചടിക്കാൻ പറ്റുന്ന കാര്യമല്ല. ബാങ്കുകളിൽ കാശില്ല, ഇപ്പോഴും ബാങ്ക് സ്ഥിതി മോശമാണ്. അതുകൊണ്ട് മോഡി എന്നല്ല ഒരു ഗവൺമെന്റ് വിചാരത്തിൽ നടക്കാത്ത കാര്യമാണ് ഈ കാര്യങ്ങൾ എത്രയും വേഗം സുഗമമാക്കുക എന്നുള്ളത്. പിന്നെ ഇത് വഴിയെ പതുക്കെ നടക്കും. തന്നെയല്ല, തകർന്നുപോയ ബിസിനസ്സുകൾ, ഇവിടുന്ന് ഓടിപ്പോയ നാട്ടിലേക്ക് പലായനം ചെയ്ത അന്യസംസ്ഥാന തൊഴിലാളികൾ, കേരളത്തിൽ നിന്ന് എത്രയോ കാതലാണ് ആ ചോദ്യം. ശ്രീ മേരി ജോർജ്, അതായത് നിങ്ങൾക്കൊക്കെ കണക്കുകളിൽ ഇതിന്റെ മൂല്യം വർദ്ധിപ്പിക്കാനാകും. ഉദാഹരണത്തിന് 2000 രൂപ ഇത്ര ബാങ്കുകൾക്ക് ഇത്ര രൂപ വീതം നൽകി എന്നൊരു കണക്ക്, അതിൽ 2000 രൂപ വീതമാണ് നൽകുന്നതെങ്കിൽ ആ 2000 രൂപ വിപണിയിലേക്കും സാധാരണക്കാരിലേക്കും എത്തിയാൽ അത് കൂടുതൽ പ്രതിസന്ധിയാവും. കാരണം മൂല്യത്തിൽ അത് ശരിയാണെങ്കിൽ പോലും അതിൻ്റെ കണക്കുകൾ അനുസരിച്ച് ചില്ലറകളില്ലാത്തത് കൊണ്ട് അത് കണക്ക് ശരിയല്ല. ആ അർത്ഥത്തിൽ നിങ്ങൾ മൂല്യം വഴി നിങ്ങളുടെ സാമ്പത്തിക വൈദഗ്ധ്യത്തിൽ ഈ കണക്കുകളൊക്കെ യോജിപ്പിക്കാനാകും. പക്ഷേ ഈ ജേക്കബ് ജോർജ് ചോദിച്ചതുപോലെ തകർന്നടിഞ്ഞു പോയ ചെറുകിട വിപണിക്കാർ, ഇവിടെ നിന്ന് കയറിപ്പോയ ഇതര സംസ്ഥാനക്കാർ, ഈ സംഭവങ്ങളൊക്കെ ഒരിക്കൽ കൂടി റീവൈൻഡ് ചെയ്ത് പഴയ ഘട്ടത്തിലേക്ക് എത്താൻ വരുത്തുന്ന എഫോർട്ട് അത് വലുതായിരിക്കും. അതൊരു പക്ഷെ സംഭവിക്കാൻ സാധ്യത തന്നെയില്ല. അതായത് ഇപ്പൊ ജേക്കബ് ജോർജ് പറഞ്ഞ പല കാര്യങ്ങളോട് വിയോജിക്കുമ്പോൾ പല കാര്യങ്ങളോട് ഞാൻ പൂർണ്ണമായിട്ട് വിയോജിക്കുന്നുണ്ട്. ഒന്നാമത്, ഈ അടുത്ത ബജറ്റ് നിങ്ങൾ നോക്കിയിരിക്കുക. അത് മാത്രവുമല്ല, എവിടെ കള്ളപ്പണക്കാരെ പിടിച്ചു, എവിടെ കള്ളപ്പണം കണ്ടെത്തിയെന്നല്ലേ അതിന്റെ ആരംഭം. അതായത് 50 ദിവസം കഴിയുമ്പോഴാണ്
കള്ളപ്പണം കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങുക, സത്യസന്ധമായി പറഞ്ഞാൽ. കാരണം ഇപ്പോഴാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്തും അതുപോലെ ഇൻകം ടാക്സ് അതോറിറ്റിയുടെ അടുത്തും ഒക്കെ വേണ്ടത്ര ഡീറ്റെയിൽസ് കിട്ടിയിരിക്കുന്നത്. ആ ഡീറ്റെയിൽസ് വെച്ചാണ് അവരെ ഫോളോ അപ്പ് ചെയ്യുകയും കള്ളപ്പണം കണ്ടെത്തുകയും ചെയ്യുക. അടുത്ത നടപടി ഇപ്പൊ അടുത്ത ഗവൺമെന്റ് ബജറ്റിൽ ഞാൻ പൂർണ്ണമായിട്ടും പ്രതീക്ഷിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മാഫിയ, അതായത് ബിനാമി നെയിംസിൽ റിയൽ എസ്റ്റേറ്റ് വാങ്ങിക്കൂട്ടിയിട്ടുള്ളവര് അത്തരക്കാരെ തീർച്ചയായിട്ടും പിടികൂടും. അതുപോലെ തന്നെ ലോക്കറുകളിൽ സ്വർണം ലോഡായി വാങ്ങി കൂട്ടിയിരിക്കുന്നവരെ പിടികൂടാനുള്ള മാർഗവും ഉണ്ടാവും. ഇനി അതൊക്കെ പോകട്ടെ, നമ്മൾ സാധാരണ രീതിയിലേക്ക് വരുമ്പോൾ ഇപ്പൊ താങ്കൾ എന്നോട് ഇപ്പൊ ചോദിച്ച ചോദ്യം, അതായത് കറൻസി രഹിതം, കറൻസി ഈസ്, ഞങ്ങൾ എപ്പോഴും സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയാറുണ്ട് മണി ഈസ് ഓൺ ദ വിങ്സ്, കാരണം പണം ചിറകിലാണ് എന്ന്. പണം എപ്പോഴും കൈകാര്യം ചലിച്ചുകൊണ്ടിരിക്കണം. ആ ചലനമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ ചലന നഷ്ടമാണ് ഇപ്പോൾ, അതായത് ലൂബ്രിക്കന്റ്, ഇക്കോണമിയുടെ ഒരു ലൂബ്രിക്കന്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിന്റെ വീല് ചലിക്കുന്നില്ല. ആ അവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഞാനത് 100% അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കെ എൻ ഹരിലാൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഈ ക്യാഷ്ലെസ്, ഒരുപക്ഷെ ക്യാഷ്ലെസ് എന്നത് മോദി തന്നെ ആദ്യം പറഞ്ഞിരുന്നില്ല, ഇപ്പോൾ അണമുട്ടിയപ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. അത് നവംബർ 8 നിരോധിക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ ഇതൊന്നും പറഞ്ഞിരുന്നില്ല. ഈ കള്ളപ്പണത്തെയും രാജ്യത്തെയും ഒക്കെ രക്ഷിക്കാനായി പിൻവലിക്കുന്നു എന്നാണ്. ഇപ്പോഴത് പരാജയപ്പെട്ടപ്പോഴാണ് ഈ ക്യാഷ്ലെസ് മണി എന്ന് പറയുന്നത്. ക്യാഷ്ലെസ് 100 രൂപ 3 പേരിലേക്ക് മാറുമ്പോൾ അത് 96 രൂപയായി കുറയുകയും ചെയ്തു. അതൊക്കെ സാധാരണക്കാർക്ക്, ഇത്തരത്തിൽ ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുടെ ഇന്ത്യയെ സംബന്ധിച്ച് എങ്ങനെ സാധ്യമാകും എന്നതൊക്കെ പുസ്തകങ്ങൾ മാത്രമുള്ള കാര്യമല്ലേ ശ്രീ കെ എൻ ഹരിലാൽ? ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കും ഇപ്പോൾ നിലവിൽ നാം നേരിടുന്ന? പുസ്തകങ്ങളിലും ഇല്ല ഇങ്ങനെയുള്ള കാര്യം. പുസ്തകങ്ങളിൽ മാത്രമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകങ്ങളിൽ ഏതാണ്ട് ഉണ്ടെന്നുള്ള മട്ടില്ല. അങ്ങനല്ല, പുസ്തകങ്ങളിലും ഇല്ല. അതായത് ഈ സമ്പദ്ഘടനയില് വളരെ ജീവിച്ചിരിക്കുന്ന ഒരു സമ്പദ്ഘടനയിൽ, ചലനാത്മകമായ ഒരു സമ്പദ്ഘടനയിൽ നിന്ന് കറൻസി മുഴുവൻ മാറ്റിയതിന് ശേഷം അതിന് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. അവിടെ സാമ്പത്തിക ഉൽപാദനം നടക്കത്തില്ല, വരുമാനം ഉണ്ടാവത്തില്ല, തൊഴിലുണ്ടാവത്തില്ല, സമ്പദ്ഘടന മാന്യത്തിലേക്ക് നീങ്ങും. അതാണിപ്പം ഇന്ത്യയിൽ കാണുന്നത്. ഇതിന് പ്രത്യേകിച്ച് വൈദഗ്ധ്യമൊന്നും വേണ്ട, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും എന്നുള്ളത് കാണാൻ. അവിടെ ക്യാഷ്ലെസ് ആയിട്ട് മാറി മറ്റേ ഇലക്ട്രോണിക് മണി കൊണ്ടുവന്നാലും പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കത്തില്ല. കാരണം ഇന്ത്യയെ പോലൊരു സമ്പദ്ഘടനയിൽ ഒരു കാരണവശാലും ആ ഒരു സാഹചര്യത്തിലേക്ക് പോകണമെങ്കിൽ ഇനി എത്രയോ വർഷങ്ങളെടുക്കും. ഇന്നത്തെ നിലയ്ക്ക് ഒരു 10 വർഷത്തേക്കെങ്കിലും കറൻസി ഇല്ലാതെ നമുക്ക് ട്രാൻസാക്ഷൻസിനെ കുറിച്ച് ആലോചിക്കാനേ കഴിയത്തില്ല. ഇന്ത്യൻ അതാണ് കാതലായ ഉത്തരം. തീർച്ചയായും ഈ പ്രതിസന്ധികൾ ഒരുപക്ഷെ മറികടക്കാൻ പാടുപെടും എന്ന് മാത്രമല്ല, പെടാപ്പാടുപെടും എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതൊക്കെ നേരിട്ട് ബാധിക്കുന്നത് സാധാരണക്കാരനെയാണ് എന്ന കാര്യങ്ങൾ കൂടിയാണ് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും മേരി ജോർജും ഒപ്പം ജേക്കബ് ജോർജും ഏറ്റവും ഒടുവിൽ കെ എൻ ഹരിലാലും ഇതേ സംബന്ധിച്ച് നിരീക്ഷിച്ചത്. വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാന സർക്കാർ കടന്നു പോകുന്നതെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. ശമ്പളം മുടങ്ങില്ലെങ്കിൽ പോലും അത് ഘട്ടം ഘട്ടമാക്കുന്നതിലേക്ക് പോലും പോകുമെന്ന് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.